ശ്രീ KP കുഞ്ഞമ്മദുട്ടി മാസ്റ്റർ, അങ്ങേക്ക് 11 മിനിറ്റ്. യെസ് സർ. കേന്ദ്രത്തിൻ്റെ സാമ്പത്തിക ഉപരോധത്തിനിടയിലും ജനക്ഷേമകരമായ ബജറ്റ് അവതരിപ്പിച്ച ബഹുമാന്യനായ ധനകാര്യമന്ത്രി ബാലഗോപാലിനെ പ്രത്യേകമായി അഭിനന്ദിക്കുകയാണ്. 2 ബജറ്റുകളാണ് നമ്മുടെ മുമ്പിലുള്ളത്. ഒന്ന് ഫെബ്രുവരി 1-ാം തീയതി പാർലമെൻറ്റിൽ ബഹുമാന്യയായ കേന്ദ്ര ധനകാര്യ വകുപ്പ് മന്ത്രി നിർമ്മല സീതാറാം അവതരിപ്പിച്ച ബജറ്റ്. രണ്ടാമത്തത് ഈ സഭയിൽ 7-ാം തീയതി ബഹുമാനപ്പെട്ട ബാലഗോപാൽ അവതരിപ്പിച്ച ബജറ്റ്. ബജറ്റ് കേവലം വരവ് ചെലവ് കണക്ക് മാത്രമല്ല, സർക്കാരിൻ്റെ നയസമീപനങ്ങൾ കൂടി വ്യക്തമാക്കുന്ന രേഖയാണ്. ആ നിലയിൽ പരിശോധിച്ചു കഴിഞ്ഞാൽ കേന്ദ്ര ബജറ്റ് ജനവിരുദ്ധ കോർപ്പറേറ്റ് ബജറ്റാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും. ഇന്ത്യ രാജ്യത്തിൻ്റെ ചരിത്രത്തിൽ സ്വാതന്ത്ര്യാനന്തരം കൃഷിക്ക് ഏറ്റവും കുറവ് വിഹിതം വകയിരുത്തിയ ഒരു ബജറ്റാണ് കേന്ദ്രം അവതരിപ്പിച്ചത് എന്ന് കാണാം. ആരോഗ്യം, വിദ്യാഭ്യാസം, സാമൂഹ്യക്ഷേമ രംഗങ്ങളിൽ മുഴുവനും വലിയ തോതിലുള്ള വെട്ടിക്കുറവാണ് കേന്ദ്ര ബജറ്റിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. കർഷകർ വിലക്കയറ്റം കൊണ്ട് പൊറുതിമുട്ടുന്ന ഘട്ടത്തിൽ വളം സബ്സിഡി 3400 കോടി രൂപയാണ് വെട്ടിക്കുറച്ചിട്ടുള്ളത്. കൃഷിക്കാരെ സംബന്ധിച്ചിടത്തോളം, കാർഷിക മേഖലയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ തിരിച്ചടിയാണ് ഉണ്ടായിട്ടുള്ളത്. കൊട്ടിഘോഷിക്കപ്പെട്ട പ്രധാനമന്ത്രി ഫസൽ ബീമ യോജന 3622 കോടി രൂപയാണ് ബജറ്റിൽ വെട്ടിക്കുറച്ചത് എന്ന് കാണാം. SC/ST മേഖലകളിൽ തുച്ഛമായ സംഖ്യ മാത്രമാണ് വകയിരുത്തിയത് എന്നും നമുക്ക് കാണാവുന്നതാണ്. കാർഷികോൽപ്പന്നങ്ങൾക്ക് താങ്ങുവില പ്രഖ്യാപിക്കുമെന്നും സോമനാഥൻ കമ്മീഷൻ റിപ്പോർട്ട് നടപ്പിലാക്കുമെന്നും 2016 തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തെ കർഷകർക്ക് ഉറപ്പ് നൽകിയതാണ്. ദൗർഭാഗ്യകരെന്ന് പറയട്ടെ, ഈ ബജറ്റിലും അതിനുള്ള യാതൊരു നടപടികളും ഉണ്ടായില്ല, താങ്ങുവില പ്രഖ്യാപനവും വന്നില്ല. ആസിയൻ കരാർ കോൺഗ്രസിന്റെ ഭരണകാലത്ത് ഒപ്പിട്ടതാണ്. യഥാർത്ഥത്തിൽ കേരളത്തിലെ റബ്ബർ കർഷകരെ മുഴുവനും കണ്ണീര് കുടിപ്പിക്കുന്ന നയമായി അത് മാറി എന്ന് നമുക്ക് കാണാൻ കഴിയും. റബ്ബർ ഇറക്കുമതിയിൽ നിയന്ത്രണം വേണമെന്ന് നിരന്തരമായി ആവശ്യപ്പെട്ടിട്ടും യാതൊരു പരിഗണനയും നൽകിയില്ല എന്ന് കാണാം. ചുരുക്കത്തിൽ കേന്ദ്ര ബജറ്റ് സമ്പന്നർക്ക് വേണ്ടി മാത്രമുള്ള ബജറ്റാണെന്ന് കാണാൻ കഴിയും. യഥാർത്ഥത്തിൽ രാജ്യത്തിൻ്റെ വിഭവം മുഴുവനും ഫെഡറൽ തത്വം അനുസരിച്ച് ഓരോ സംസ്ഥാനത്തിനും സമതുലിതമായി വിതരണം ചെയ്യേണ്ടതിന് പകരം രാഷ്ട്രീയ ലക്ഷ്യം മാത്രം ലക്ഷ്യമിട്ടുകൊണ്ട് ബജറ്റ് ആനുകൂല്യങ്ങൾ നൽകുന്ന കാഴ്ച നമ്മൾ കാണുന്നു. ഇത്തവണ ബീഹാർ അതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ് എന്ന് കാണാം. ഊർജ്ജ മേഖല സമ്പൂർണ്ണമായും സ്വകാര്യവൽക്കരിക്കുകയാണ്. അതിനേക്കാൾ അപകടകരമാണ് ആണവോർജ്ജ മേഖലയും സ്വകാര്യ പങ്കാളിത്തം ഉറപ്പുവരുത്തുന്നത്. രാജ്യത്തിൻ്റെ സുരക്ഷിതത്വം പോലും അപകടപ്പെടുത്തുന്ന രൂപത്തിൽ ആണവോർജ്ജ മേഖല മുന്നോട്ട് കൊണ്ടുപോകുന്ന കാര്യം നാം കാണുകയാണ്. ഇന്ത്യ രാജ്യത്തെ ജനങ്ങൾ മുണ്ട് മുറുക്കിയെടുത്ത് പടുത്തുയർത്തിയതാണ് ഇന്ത്യ രാജ്യത്തെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ. ആ സ്ഥാപനങ്ങൾ മുഴുവനും വിറ്റ് തുലച്ച് മുന്നോട്ട് പോകുന്ന കാഴ്ച നമ്മൾ കാണുന്നു. വരാൻ പോകുന്ന വർഷങ്ങളിൽ 10 ലക്ഷം കോടിയുടെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ വിറ്റ് വരുമാനമുണ്ടാക്കുമെന്നാണ് ബജറ്റിൽ ഉറപ്പ് നൽകിയിട്ടുള്ളത്. തൊഴിലുറപ്പ് പദ്ധതിയിൽ ചില്ലിക്കാശ് പോലും വർദ്ധിപ്പിക്കാൻ തയ്യാറായില്ല. പൂർണ്ണമായും കോർപ്പറേറ്റ് വൽകൃതമായ ബജറ്റാണ് അവതരിപ്പിച്ചത് എന്ന് കാണാം. കേരളം ഒട്ടനവധി കാര്യങ്ങൾ കേന്ദ്രത്തിന്റെ മുമ്പിൽ സമർപ്പിച്ചു. സാമ്പത്തിക പരാധീനതയ്ക്കിടയിൽ പ്രത്യേകമായി 24,000 കോടിയുടെ പാക്കേജ് ആവശ്യപ്പെട്ടു, അംഗീകരിച്ചില്ല. വിഴിഞ്ഞത്തിന് വേണ്ടി 5,000 കോടി പാക്കേജ് ആവശ്യപ്പെട്ടു, അംഗീകരിച്ചില്ല. ദേശീയപാത വികസനത്തിന് വേണ്ടി കേരളം നൽകിയ 6,000 കോടിക്ക് പകരം കടമെടുക്കാനുള്ള സൗകര്യമെങ്കിലും അനുവദിച്ചില്ല. പ്രവാസി ക്ഷേമത്തിന് വേണ്ടി 300 കോടി പ്രത്യേക പാക്കേജ് ആവശ്യപ്പെട്ടു. വിദേശ നാണയ ശേഖരം നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ 21% കേരളത്തിലെ പ്രവാസികളുടെ സംഭാവനയാണ് എന്ന് കാണാൻ കഴിയും. വയനാട് ദുരന്തത്തിന് വേണ്ടി 2,000 കോടി ആവശ്യപ്പെട്ടു, പരിഗണിച്ചില്ല. വന്യജീവി മനുഷ്യ സംഘർഷം ലഘൂകരിക്കുന്നതിന് വേണ്ടി 1000 കോടിയുടെ പ്രത്യേകമായ പാക്കേജ് ആവശ്യപ്പെട്ടു, അംഗീകരിച്ചില്ല. ഒന്നും പരിഗണിച്ചില്ല. കേരളം എന്താ ഇന്ത്യ രാജ്യത്തിന്റെ ഭാഗമല്ലേ? യഥാർത്ഥത്തിൽ കേരളത്തോട് യുദ്ധപ്രഖ്യാപനമാണ് കേന്ദ്രം നടത്തിയിട്ടുള്ളത്. തിളക്കണം ചോര ഞരമ്പുകളിൽ ഇന്ത്യ കേരളത്തിലെ മുഴുവൻ ജനങ്ങളും ഒറ്റക്കെട്ടായി കേന്ദ്രത്തിന്റെ ഈ ദ്രോഹ നടപടികൾക്കെതിരായി, കേരള വിരുദ്ധ നടപടികൾക്കെതിരായി മുന്നോട്ട് വരണമെന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത്. പ്രതിപക്ഷം അതിന് സന്നദ്ധമാകുമോ? UDF-ന് LDF-നോട് വിരോധമുണ്ടാകാം, പക്ഷേ LDF-നോടുള്ള വിരോധം കേരള ജനതയോട് മുഴുവനുമുള്ള ശത്രുതയായി മാറാൻ പാടുണ്ടോ എന്നാണ് പറയാനുള്ളത്. അതുകൊണ്ട് യോജിച്ച പ്രക്ഷോഭത്തിന് പ്രതിപക്ഷം മുന്നോട്ട് വരണം. പ്രതിപക്ഷ നേതാവ് ഈ സഭയിൽ സംസാരിക്കുമ്പോൾ യോജിച്ച പ്രക്ഷോഭത്തിന് സന്നദ്ധത പ്രകടിപ്പിക്കുമോ എന്നാണ് ചോദിക്കാനുള്ളത്.
കേന്ദ്രത്തിന്റെ ജനവിരുദ്ധ കോർപ്പറേറ്റ് ബജറ്റിനെതിരെ ജനകീയ ബദൽ ബജറ്റാണ് ബാലഗോപാൽ അവതരിപ്പിച്ചത്. 2025 കേരള ബജറ്റ് ഓർമ്മിപ്പിക്കുന്നത് മഹാത്മാഗാന്ധിയുടെ വചനങ്ങളാണ്. നിങ്ങൾ ഒരു കാര്യം ചെയ്യുമ്പോൾ ഏറ്റവും അവസാനത്തെ മനുഷ്യനെ, ഏറ്റവും ദരിദ്രനായ മനുഷ്യനെ ഓർക്കുക. നിങ്ങളുടെ തീരുമാനം അയാൾക്ക് എന്ത് ഗുണം ചെയ്യുമെന്ന് ആലോചിക്കുക. ഈ ഗാന്ധി വചനമാണ് ബാലഗോപാൽ അവതരിപ്പിച്ച ബജറ്റ് ഓർമ്മയിൽ കൊണ്ടുവരുന്നത്. ലൈഫ് പദ്ധതി പ്രകാരം 4,27,736 വീടുകൾ പൂർത്തീകരിച്ചു കഴിഞ്ഞു. 1,11,306 വീടുകൾ പ്രവൃത്തി നടന്നുകൊണ്ടിരിക്കുന്നു. അതുകൂടി പൂർത്തിയായാൽ 5,39,042 വീട് ഈ പദ്ധതി അനുസരിച്ച് നിർമ്മാണം പൂർത്തിയാകും. ലോക ചരിത്രത്തിൽ ഏതെങ്കിലും ഒരു രാജ്യത്ത് ഒരേ സമയം 5 ലക്ഷം വീടുകൾ നിർമ്മിച്ച് പുനരധിവാസം നടത്തിയ സംഭവം കാണാൻ കഴിയുമോ? ഇന്ത്യയിലെ സംസ്ഥാനങ്ങൾ പോകട്ടെ, എവിടെയും കാണാൻ കഴിയില്ല. ചരിത്ര പ്രസിദ്ധമായ നടപടികളാണ് പിണറായി സർക്കാർ കഴിഞ്ഞ 8 വർഷക്കാലമായി കേരളത്തിൽ നടത്തത് എന്ന് കാണാൻ കഴിയും. അടച്ചുറപ്പുള്ള വീടില്ലാത്ത ഇനിയും കുറെ പേരുണ്ട്. ബഹുമാനപ്പെട്ട ബാലഗോപാൽ അത് മനസ്സിലാക്കിയതിന്റെ ഭാഗമായി 1 ലക്ഷം പേർക്ക് കൂടി വീട് നിർമ്മിക്കുന്നതിന് വേണ്ടി 1160 കോടി രൂപ ബജറ്റിൽ അദ്ദേഹം നീക്കിവെക്കുകയുണ്ടായി. പ്രകൃതി ദുരന്തങ്ങളിലെല്ലാം നഷ്ടപ്പെട്ട വയനാട്ടുകാരെ പുനരധിവസിപ്പിക്കുന്നതിന് വേണ്ടി 750 കോടി. നിർമ്മലാ സീതാറാമിന്റെ സാമ്പത്തിക അവലോകന റിപ്പോർട്ടിൽ കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ സംബന്ധിച്ച് മുക്തകണ്ഠം പ്രശംസിക്കുകയുണ്ടായി. കേരളത്തിൽ ഇതാ ഈ ബജറ്റിൽ കഴിഞ്ഞ തവണത്തെക്കാൾ 750 കോടി രൂപ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് മാറ്റിവെക്കുകയുണ്ടായി. യാത്രാക്ലേശം ഏറെ അനുഭവിക്കുന്ന വയനാടിൽ തുരങ്കപാത പൂർത്തീകരിക്കുന്നതിന് വേണ്ടി 2000 കോടി രൂപയാണ് ഈ ബജറ്റിൽ മാറ്റിവെച്ചിട്ടുള്ളത്. ഇന്ത്യയിൽ ഒരു സംസ്ഥാനത്തുമില്ലാത്ത രൂപത്തിൽ ഗ്രാമപ്രദേശങ്ങളിലെ തൊഴിലുറപ്പ് പോലെ പട്ടണ പ്രദേശങ്ങളിൽ നടപ്പിലാക്കുന്ന തൊഴിലുറപ്പ് പദ്ധതി, അയ്യങ്കാളി പദ്ധതിക്ക് വേണ്ടി 180 കോടി രൂപ മാറ്റിവെച്ചിട്ടുണ്ട്. ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് 50 ഗവേഷണ പ്രോജക്റ്റുകൾ 10 ലക്ഷം രൂപ വീതം നൽകിക്കൊണ്ട് പുതിയ പദ്ധതികൾ മുന്നോട്ട് വച്ചിരിക്കുകയാണ്. അതിദരിദ്രരില്ലാത്ത സംസ്ഥാനമായി കേരളം മാറാൻ പോകുന്നു. ഇന്ത്യ രാജ്യത്ത് അതിദരിദ്രരില്ലാത്ത ആദ്യത്തെ സംസ്ഥാനമായി കേരളം മാറുന്നു. പിണറായി വിജയൻ സർക്കാരിന് ഈ രാജ്യത്തെ മുഴുവൻ ജനങ്ങളും മുക്തകണ്ഠം പ്രശംസിക്കുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ആരോഗ്യ മേഖലക്ക് 10,431.37 കോടി രൂപയാണ് നീക്കിവെച്ചിട്ടുള്ളത്. കാരുണ്യ പദ്ധതിയിൽ 5 ലക്ഷം പേർക്ക് സൗജന്യ ചികിത്സ. ഭക്ഷ്യ സബ്സിഡി 2064 കോടി. ഇത് കഴിഞ്ഞ തവണത്തെക്കാൾ 131.5 കോടി രൂപ കൂടുതലാണ് എന്നതും കൂടി പ്രത്യേകം പരിഗണിക്കേണ്ടതുണ്ട്. കേന്ദ്ര ഉപരോധത്തിനിടയിലും സ്വന്തം കാലിൽ നിന്നുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള പരിശ്രമമാണ് കേരളത്തിലെ ധനകാര്യ വകുപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. മൊത്തം റവന്യൂ വരുമാനത്തിന്റെ 73% തനത് വരുമാനമാണ്. തനത് നികുതി വരുമാനത്തിൽ, റവന്യൂ വരുമാനത്തിൽ 60% നമുക്ക് നേടിയെടുക്കാൻ കഴിഞ്ഞു. കേരളത്തിൻ്റെത് മികച്ച പ്രകടനമാണെന്ന് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ സാക്ഷ്യപ്പെടുത്തുകയും ചെയ്യുകയാണ്. 15-16 39,004 കോടി രൂപയായിരുന്നു വരുമാനം. 21-22 58,359 കോടിയായി. 2023-24 77,058 കോടിയായി ഉയർന്നത് കാണാം. 8 വർഷം കൊണ്ട് തനത് വരുമാനം ഇരട്ടിയായി മാറി എന്നതാണ് വസ്തുത. തനത് നികുതിയേതര വരുമാനം 8,425 കോടിയിൽ നിന്നും 16,851 കോടിയിലേക്ക് 53 കോടിയായി ഉയർന്നു. ബഹുമാന്യനായ പ്രതിപക്ഷ നേതാവ് ഈ സഭയിൽ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ എല്ലാം തന്നെ അദ്ദേഹം പറയാറ് നികുതി പിരിക്കുന്നില്ല, കെടുകാര്യസ്ഥതയാണ്, അതുപോലെ തന്നെ അഴിമതിയാണ്, ഉന്നതന്മാരുടെ നികുതി പിരിക്കാതെ സംരക്ഷിക്കുകയാണ്. ഇങ്ങനെ ധൂർത്തും കെടുകാര്യസ്ഥതയും കൊണ്ട് മുന്നോട്ട് പോകുന്ന സർക്കാരാണെന്നാണ് അദ്ദേഹം എപ്പോഴും പറയാറുള്ളത്. ദയവ് ചെയ്ത് വസ്തുതാപരമായി കാര്യങ്ങൾ അവതരിപ്പിക്കാൻ അങ്ങ് ശ്രമിക്കണം എന്നാണ് വിനയപൂർവ്വം അഭ്യർത്ഥിക്കാനുള്ളത്. ഈ കാടടക്കി വെടിവെക്കുന്ന അങ്ങയുടെ പരിപാടി ഇനിയെങ്കിലും ഇക്കാര്യത്തെങ്കിലും അവസാനിപ്പിക്കണമെന്ന് ആവശ്യപ്പെടുകയാണ്. സാമ്പത്തിക സുരക്ഷ നേടിക്കൊണ്ട് സ്വയം മുന്നോട്ട് പോകുന്ന ഒരവസ്ഥയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. ഇന്ത്യ മുന്നണിയുടെ നേതാവാണ് അരവിന്ദ് കെജ്രിവാൾ. കെജ്രിവാളിന്റെ തല താലത്തിൽ വെട്ടിവെച്ച് മോദിക്ക് സമർപ്പിച്ച സ്ഥിതിയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. രാഹുലും പ്രിയങ്കയും ചേർന്നുകൊണ്ട് സമർപ്പിച്ചു. കണ്ടാൽ പഠിച്ചില്ലെങ്കിൽ കൊണ്ടാൽ പഠിക്കും എന്ന് സാധാരണ പറയാറുണ്ട്. കൊണ്ടാലും പഠിക്കാത്ത പാർട്ടിയാണ് കോൺഗ്രസ് എന്ന് തെളിയിക്കുകയാണ്. അവിടെ ഹരിയാനയിലെ, മഹാരാഷ്ട്രയിലെ അനുഭവങ്ങൾ, ഉത്തർപ്രദേശിലെ ഉപതെരഞ്ഞെടുപ്പ് അനുഭവങ്ങൾ എല്ലാം മനസ്സിലാക്കിയിട്ടും ഡൽഹിയിലും കാലുവാരൽ രാഷ്ട്രീയവുമായി മുന്നോട്ട് പോയി.
രാഷ്ട്രീയമില്ലാത്ത രാഷ്ട്രീയ പാർട്ടിയായി കോൺഗ്രസ് മാറിയിരിക്കുന്ന സ്ഥിതിവിശേഷമാണ് കാണുന്നത്. ആർക്കും വിശ്വസിക്കാൻ ആ പാർട്ടിയെ കഴിയില്ല. അവർ ആ രൂപത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സ്ഥിതിവിശേഷമാണ് കാണാൻ കഴിയുന്നത്. കുറ്റ്യാടി മണ്ഡലം ഉൾക്കൊള്ളുന്ന വടകര താലൂക്ക് ടൂറിസം മേഖലയിൽ ഏറ്റവും ശ്രദ്ധേയമായ ഡെസ്റ്റിനേഷനുള്ള പ്രദേശമാണ്. വടകര സാൻഡ് ബാങ്ക്, ലോകനാർകാവ്, പെരുവണ്ണാമൊഴി, ജാനകിക്കാട് എക്കോ ടൂറിസം സെന്റർ ഇതിനെയെല്ലാം ബന്ധിപ്പിക്കുന്ന കുറ്റ്യാടി പൈതൃക പ്രോജക്റ്റ് പഴശ്ശിയുടെ ചരിത്രവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണത്. അതിനുവേണ്ടിയുള്ള ഒരു വിശദമായ പ്രോജക്റ്റ് സമർപ്പിച്ചിട്ടുണ്ട്. അതിനുവേണ്ടി 5,70,00,000 രൂപ പ്രത്യേകമായി അനുവദിക്കണമെന്ന് ഈ സന്ദർഭത്തിൽ അഭ്യർത്ഥിക്കുകയാണ്. നാളികേരം കേരളത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വരുമാന മാർഗമാണ്, ഉൽപ്പന്നമാണ്. ഒരു കാലത്ത് ഇന്ത്യ രാജ്യത്ത് നാളികേരം ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിച്ചത് കേരളത്തിലായിരുന്നു. ഇന്ന് തമിഴ്നാടിനും കർണാടകത്തിനും പിറകിലായി മാറിയിരിക്കുന്നു. തുടർച്ചയായ വിലയിടിവ്, കാലാവസ്ഥാ വ്യതിയാനം, ഇതിൻ്റെ ഫലമായി കൃഷിക്കാർ നാളികേരത്തിന് പരിചരണമില്ലാതെ, തെങ്ങിന് പരിചരണം നടത്താതെ മുന്നോട്ട് പോയതിൻ്റെ ഫലമായി നാളികേര ഉൽപ്പാദനവും ഉൽപ്പാദനക്ഷമതയും വലിയ രൂപത്തിൽ ഇടിഞ്ഞു. അതുകൊണ്ട് നാളികേര കൃഷിക്കാരെ നാളികേര കൃഷിയിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നതിന് വേണ്ടിയുള്ള ഒരു സ്പെഷ്യൽ പാക്കേജ് പ്രഖ്യാപിക്കണമെന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത്. 73 കോടി രൂപ മാത്രമാണ് ഇപ്പോൾ അതിനുവേണ്ടി നീക്കിവെച്ചിട്ടുള്ളത്. കോഴിക്കോട് ജില്ലയിലെ ഏക ജലസേചന പദ്ധതിയാണ് കുറ്റ്യാടി ഇറിഗേഷൻ പ്രോജക്റ്റ്. 50 വർഷം കഴിഞ്ഞ് ഇറിഗേഷൻ പ്രോജക്റ്റിന്റെ ഭാഗമായിട്ടുള്ള കനാലുകളും അക്വഡക്റ്റുകളും അനുബന്ധമായ സാധനങ്ങളും എല്ലാം തന്നെ ഇടിഞ്ഞു പൊളിഞ്ഞ് വീഴാറായ ഘട്ടത്തിലാണുള്ളത്. ഏതാനും ദിവസം കഴിയുമ്പോൾ കനാൽ തുറക്കും. കനാൽ തുറന്നു കഴിഞ്ഞാൽ എവിടെയെല്ലാം എന്തെല്ലാം പ്രയാസങ്ങൾ ഉണ്ടാകുമെന്ന് പറയാൻ കഴിയില്ല. അടിയന്തരമായ റിപ്പയറിന് വേണ്ടി 5 കോടി രൂപ മാത്രമാണ് ഇപ്പോൾ നീക്കിവെച്ചിട്ടുള്ളത്. ഏറ്റവും ചുരുങ്ങിയത് 20 കോടി രൂപയെങ്കിലും അടിയന്തര റിപ്പയറിന് വേണ്ടി മാറ്റിവെക്കണമെന്നാണ് ഈ സന്ദർഭത്തിൽ അഭ്യർത്ഥിക്കാനുള്ളത്. ഞാൻ ഈ ബജറ്റിനെ പൂർണ്ണമായി പിന്തുണക്കുന്നു.